ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. ശ്രീ മേവളൂർ മാധവൻ നമ്പൂതിരി രചിച്ച ഐതിഹ്യ കഥകളിലെ ഭട്ടതിരിയും പ്രേതവും എന്ന കഥയാണ് നിങ്ങൾക്കായി ഞാനിന്ന് വായിക്കുന്നത്. പിറവ മൂവാറ്റുപുഴ റൂട്ടിൽ ഓണക്കൂർ എന്ന സ്ഥലത്ത് പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. പണ്ടുകാലത്ത് ആ ക്ഷേത്രം വേദപാരായണ മുഖരിതമായിരുന്നു അത്രേ. വിശ്വവിഖ്യാതന്മാരായ പല വേദ പണ്ഡിതന്മാരും ഓണക്കൂർ ഭഗവതി ക്ഷേത്രത്തിൽ സമ്മേളിച്ചിരുന്നു. ബ്രഹ്മചാരികളും സമാവർത്തനം കഴിഞ്ഞവരുമായ ഉണ്ണികൾ ധാരാളം പേർ ഓണക്കൂർ ക്ഷേത്രത്തിൽ വേദാധ്യയനം നടത്തിയിരുന്നു. നമ്പൂതിരിമാരിൽ തന്നെയുള്ള ഒരവാന്തര വിഭാഗമാണ് ഭട്ടതിരി. ഭട്ടതിരി ഇല്ലത്തെ ഉണ്ണികൾക്ക് വേദാധ്യയനത്തിന് അർഹതയുണ്ടായിരുന്നു. ഓണക്കൂർ പ്രദേശത്തിൽ നിന്ന് ഉദ്ദേശം 8 നാഴിക അകലെയുള്ള ഒരു ഭട്ടതിരി ഇല്ലത്തെ സമാവർത്തനം കഴിഞ്ഞ് ഒരു ഉണ്ണി പ്രസ്തുത ക്ഷേത്രത്തിൽ വേദാധ്യയനം ചെയ്തിരുന്നു. അയാളുടെ സമപ്രായക്കാരും പ്രായം കുറഞ്ഞവരുമായ ഉണ്ണികൾ വേറെയും ധാരാളം ഉണ്ടായിരുന്നു. ആഠ്യത്വമുള്ള ഒരു നമ്പൂരി ഇല്ലത്തെ അംഗമല്ല ഭട്ടതിരിയെങ്കിലും അയാൾ വേദാധ്യയനത്തിൽ നിപുണനായിരുന്നു. സഹപാഠികളായ മറ്റുള്ളവർ ഭട്ടതിരിയുടെ വേദാധ്യയന നൈപുണ്യത്തിൽ അസൂയാലുക്കളുമായിരുന്നു. അസാധാരണ ഓർമ്മശക്തിയായിരുന്നു ഭട്ടതിരിയുടെ പ്രത്യേകതകൾ. വേദസൂക്തങ്ങൾ ഗുരുമുഖത്തു നിന്നും ഒരു തവണ മാത്രം കേൾക്കുകയേ വേണ്ടൂ. ആ സൂക്തം അതേ നിമിഷത്തിൽ ഭട്ടതിരിക്ക് ഹൃദ്യസ്ഥമായി തീരും. വേദം അഭ്യസിക്കുന്ന ആചാര്യന്മാർക്കിടയിലും ഭട്ടതിരിയുടെ ഓർമ്മശക്തി അത്ഭുതമുളവാക്കിയിരുന്നു. ഒരു ദിവസം സന്ധ്യയോടുകൂടി ഭട്ടതിരിയും സഹപാഠികളും ക്ഷേത്രത്തിലെ കുളപ്പുരയിൽ കുളിക്കുകയായിരുന്നു. മറ്റെല്ലാവരും കുളി കഴിച്ച് കയറിയെങ്കിലും ഭട്ടതിരി മാത്രം സ്വല്പം അമാന്തക്കാരനായി. കുളിയിലുള്ള സ്വല്പം അമാന്തം ഭട്ടതിരിക്ക് എന്നും പതിവുള്ളതായിരുന്നു. മറ്റുള്ളവരൊക്കെ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തെത്തിയാലും ഭട്ടതിരി എത്തുമായിരുന്നില്ല. അയാൾ പതുക്കെ പതുക്കെ കുളിച്ച് എല്ലാവരുടെയും പുറകെ ക്ഷേത്രത്തിനകത്തെത്തും. കുളക്കടവിൽ ഭട്ടതിരി തനിച്ചായി. സമയം സന്ധ്യ മയങ്ങിക്കഴിഞ്ഞു. കുറേശ്ശെ മഴച്ചാറ്റലുമുണ്ട്. കാർമേഘങ്ങൾ കൊണ്ട് ചന്ദ്രമണ്ഡലം അപ്രത്യക്ഷമായിരിക്കുന്നു. ഭട്ടതിരി കുളി കഴിഞ്ഞ് കുളക്കടവിൽ നിന്ന് കയറിയപ്പോൾ 2ാം മുണ്ട് തോളത്തിട്ടു. ധാരാളം ഓർക്കുന്ന ഒരു മനുഷ്യൻ മുറ്റത്ത് വന്ന് ഭട്ടതിരിയെ കണ്ട് താണു തൊഴുതു. എന്താണ് ആവശ്യം? ഭട്ടതിരി അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, അടിയൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു പഴയ നായരാണ്. അടിയൻ്റെ വയസ്സായ തള്ള പടുതലായി മരിക്കാൻ കിടക്കുകയാണ്. ചികിത്സിക്കുന്ന വൈദ്യര് പറഞ്ഞത് ഈ രാവ് വെളുക്കുന്നതിന് മുമ്പ് മരിച്ചു പോകുമെന്നാണ്. തള്ളയ്ക്ക് വേണ്ടി പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യുവാൻ അടിയൻ ഇതേവരെ കഴിഞ്ഞില്ല. ഈ അവസാന കാലത്തെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പഴമനസ്സിലൊരു മോഹം. ഒരു പശുദാനമാണ് അടിയൻ ഉദ്ദേശിക്കുന്ന പുണ്യകർമ്മം. 32 ചക്രവും 2 മുറി പുടവയും. അവിടുന്ന് അടിയൻ്റെ കൂടെ കുപ്പമാടം വരെ എഴുന്നള്ളണം. പഴം തള്ളയുടെ അടുത്തിരുന്ന് പശുദാനം വാങ്ങിക്കഴിഞ്ഞാൽ തിരുമേനിയെ അടിയൻ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിക്കൊള്ളാം. അവിടത്തേക്ക് തിരുവുള്ളക്കേടൊന്നും തോന്നരുത്. അടിയൻ്റെ കൂടെ ഇപ്പോൾ തന്നെ എഴുന്നള്ളണം. മഴച്ചാറ്റിൽ നിന്നു. ആകാശം തെളിഞ്ഞു. പൂർണ്ണ ചന്ദ്രപ്രഭ നാടെങ്ങും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തൊഴുതുകൊണ്ടുള്ള നായരുടെ വർത്തമാനം കേട്ട് ഭട്ടതിരി സ്വല്പനേരം ചിന്തിച്ചു നിന്നു. ഇയാളുടെ കൂടെ പോയാൽ ഉടനെ തന്നെ തിരിച്ചു പോരാൻ കഴിയും. 2 മുറി പുടവയും 32 ചക്രവും കിട്ടുന്നത് ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഉടുക്കാനുള്ള മുണ്ട് തന്നെ കഷ്ടിയാണ്. ഇല്ലത്തുണ്ടെങ്കിൽ അച്ഛൻ നാളെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഈറൻ ഉടുക്കുകയേ ഗതിയുള്ളൂ. 2 മുറി പുടവ എന്ന് പറഞ്ഞാൽ 8 മുണ്ടുണ്ടാകും. കുറേ നാളത്തേക്ക് ഉടുക്കാൻ മുണ്ട് അന്വേഷിക്കുകയേ വേണ്ട. പിന്നെ 32 ചക്രം കിട്ടുന്നതും വലിയ കാര്യമാണ്. നായരെ, നിങ്ങൾ പശുദാനം കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോന്ന് എന്നെ ഇവിടെ തന്നെ കൊണ്ടുവിടുമോ? തീർച്ചയാണോ അക്കാര്യം? ഭട്ടതിരി ചോദിച്ചു. അത് കേട്ട നായർ പറഞ്ഞു, അടിയൻ വേണ്ടതുപോലെ കൊച്ചു തിരുമേനിയെ ഇവിടെ കൊണ്ടുവന്നാക്കിക്കൊള്ളാം. പഴം തള്ളയാണ് സത്യം. ഒരു ഗ്യാസ് വിളക്കും തൂക്കിപ്പിടിച്ച് നായർ മുന്നേ നടന്നു. ഭട്ടതിരി പുറകെയും. ക്ഷേത്രത്തിലെ എച്ചിലിലകൾ വാരിയിടുന്ന സ്ഥലത്തുകൂടിയാണ് നായർ നടന്നത്. എന്താണിതിലെ എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു എളുപ്പവഴിയാണെന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. ഭട്ടതിരി പുറകെയും നായർ മുംബൈയുമായി നടന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിച്ച് തൂക്കിപ്പിടിക്കാവുന്ന ഒരു തരം ഗ്ലാസ് വിളക്ക് പഴയ കാലത്തുണ്ടായിരുന്നു. ഗ്ലാസ് വിളക്കിൽ വെളിച്ചം നന്നേ കുറവാണ്.
ഒരു വിളക്കുണ്ട് എന്ന് ഇരുട്ടത്ത് കാണാം, അത്രമാത്രം. നായരും ഭട്ടതിരിയും ഒരു മലയുടെ ചെരുവിലേക്ക് നടന്നു. കുറേ കയറ്റം കയറി ചെന്നപ്പോൾ വൈക്കോലുമേഞ്ഞ ഒരു ചെറിയ വീട് കണ്ടു. ആ വീടിൻ്റെ ഇറയത്ത് ഭട്ടതിരിക്ക് ഇരിക്കാൻ ഒരു പലകയിട്ട് കൊടുത്തു. ഭട്ടതിരി ആ പലകമേലിരുന്നു. നായർ തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് വിളക്ക് ഇറയത്ത് വെച്ചു. അവിടുന്ന് ഇവിടെ എഴുന്നള്ളി ഇരുന്നോണ്ടേൻ, അടിയൻ ഇപ്പം വരാം. ഇത്രയും പറഞ്ഞ് നായർ മുറിക്കുള്ളിലേക്ക് കയറി. പെട്ടെന്നാണ് ചെറുപ്പക്കാരായ 2 സ്ത്രീകൾ ഭട്ടതിരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അവർ വന്നപാടെ ഭട്ടതിരിയെ തുറിച്ചു നോക്കിക്കൊണ്ട് അലറുകയായിരുന്നു. എടാ, നിന്നോട് ഇവിടെ ഇരിക്കാൻ ആരാണ് പറഞ്ഞത്? ഇറങ്ങടാ വെളിയിൽ. ആ സ്ത്രീകൾ ഭട്ടതിരിയെ കൈക്ക് പിടിച്ച് വലിച്ചിഴച്ച് മലഞ്ചെരിവിന് താഴേക്കൂടി പോകുന്ന വഴിയിലേക്ക് ഉന്തിയിട്ടു. സ്ത്രീകൾ ഉന്തി വഴിയിലേക്ക് ഇട്ടതോടെ ഭട്ടതിരിയുടെ സ്വബോധവും നശിച്ചു. ക്ഷേത്രത്തിൽ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു. ഭട്ടതിരിയുടെ കൂടെ കുളിക്കാൻ പോയ സഹപാഠികൾ എന്താണ് ഭട്ടതിരി വരാഞ്ഞത് എന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. ക്ഷേത്ര ജീവനക്കാരും മറ്റെല്ലാവരും ഒത്തുചേർന്ന് ഭട്ടതിരി എവിടെ പോയി എന്ന അന്വേഷണമായി. 1-2 പേർ കുളത്തിൽ മുങ്ങിത്തപ്പി നോക്കി. ഓണക്കൂർ എന്ന സ്ഥലത്ത് കൂടി ഒരു തോട് ഒഴുകിപ്പോകുന്നുണ്ട്. ആ തോട്ടിലും പലരും മുങ്ങിത്തിരിഞ്ഞു നോക്കി. ഒരു ദിക്കിലും ഭട്ടതിരിയെ കാണാൻ കഴിഞ്ഞില്ല. ഈ രാത്രിയിൽ ഇനി എന്താണ് ചെയ്യുകയെന്ന് ക്ഷേത്രത്തിലുള്ള സകലർക്കും പരിഭ്രമമായി. പ്രകാശത്തിന് മുൻപ് ഭട്ടതിരിയുടെ ഇല്ലത്ത് പോയി അന്വേഷിക്കാമെന്ന് തീരുമാനിച്ച് ക്ഷേത്രത്തിലുള്ളവർ എല്ലാവരും കിടന്നു. ഭട്ടതിരിയുടെ അച്ഛൻ കുറേ പ്രായം ചെന്ന ആളായിരുന്നു. വേദജ്ഞനുമായിരുന്നു. പല ക്ഷേത്രങ്ങളിൽ മുറി അഭിഷേകത്തിനും വിശേഷാൽ പൂജയ്ക്കും മറ്റുമായി ദിവസേനയെന്നോണം ആവശ്യക്കാർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുക പതിവായിരുന്നു. അന്ന് വൈകുന്നേരം ഭട്ടതിരി എവിടെയോ ഒരു വിശേഷാൽ പൂജയ്ക്ക് പോയിരുന്നു. സന്ധ്യയോടുകൂടി ആരോ വന്ന് വിശേഷാൽ പൂജയ്ക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. ഭട്ടതിരിയുടെ ഇളയ സഹോദരി ഒരാൾ മാത്രമേ രാത്രിയിൽ ഇല്ലത്തുണ്ടായിരുന്നുള്ളൂ. ഭട്ടതിരിയുടെ ഇളയ സഹോദരി മാത്രം രാത്രിയിൽ ഇല്ലത്ത് കഴിഞ്ഞുകൂടുക സാധാരണമായിരുന്നു. മറ്റു കുടുംബാംഗങ്ങൾ ആരുമില്ല. പിന്നെ അവരുടെ സഹായത്തിന് അയൽവാസികളായ പെണ്ണുങ്ങളും ഇല്ലത്ത് സ്ഥിരമായി താമസിക്കാറുണ്ട്. സ്ഥിരമായി താമസിക്കുന്ന പെണ്ണുങ്ങളൊന്നും വളരെ രാവിലെ ഉണരുന്ന പതിവില്ല. എന്നാൽ ഭട്ടതിരിയുടെ സഹോദരി അങ്ങനെയല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. കുളത്തിൽ പോയി കുളിച്ച് ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെടും. പതിവ് പോലെ ഭട്ടതിരിയുടെ സഹോദരി രാവിലെ 5 മണിക്ക് കുളിച്ച് അകത്തു വന്നു. കിണറ്റിൽ നിന്ന് ഒരു പാള വെള്ളം കോരുന്നതിനായി അവർ താഴത്തടുക്കളയിലേക്ക് വന്നു. ഒരു നിലവിളക്കും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഭട്ടതിരിയുടെ സഹോദരി വിളക്കുമായി താഴത്തടുക്കളയിലേക്ക് വന്നപ്പോൾ കിണറിനോട് ചേർന്നുള്ള കൊട്ടത്തളത്തിൽ ഒരാൾ മൂടിപ്പൊതിച്ച് കിടക്കുന്നു. അവർ കണക്കിലേറെ ഭയന്നുപോയി. അടുക്കളയുടെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരാൾക്ക് ഇറങ്ങി വരത്തക്ക നിലയിൽ ഓട് പൊളിച്ചിരിക്കുന്നതായും കണ്ടു. ഭട്ടതിരിയുടെ സഹോദരി താഴത്തടുക്കളയിൽ നിന്ന് 4 കെട്ടിലേക്ക് വന്നു. അവിടെ കിടന്നുറങ്ങിയിരുന്ന പെണ്ണുങ്ങളെ വിളിച്ചുണർത്തി. പെണ്ണുങ്ങൾ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് കണ്ണു തിരുമ്മി താഴത്തടുക്കളയിൽ വന്നു. കിടക്കുന്ന ആളെ കണ്ട് പെണ്ണുങ്ങൾക്കും ഭയമായി തീർന്നു. അടുക്കളയുടെ മുകളിലുള്ള ഓട് പൊളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയം ഒന്നുകൂടി വർദ്ധിച്ചു. ഇതിനിടെ തിരുമേനി തിരുമേനി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് പടിഞ്ഞാപ്പുറത്തൊരാൾ വന്നിരുന്നു. അയാൾ ഓടിക്കിതച്ച് അവശനായി കഴിഞ്ഞിരുന്നു. എന്താണ് തിരുമേനി അന്വേഷിച്ചു വരാൻ കാരണമെന്ന് ഒരു പെണ്ണ് അയാളോട് ചോദിച്ചപ്പോൾ, ഓണക്കുറ്റിൽ താമസിച്ചിരുന്ന കൊച്ചു പട്ടാർശനെ അവിടെ എങ്ങും കാണാനില്ല, ഇവിടെ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ടാണ് ഞാൻ വന്നത് എന്നയാൾ പറഞ്ഞു. പ്രകാശം പരന്നു വരുന്നതേയുള്ളൂ. കാക്കകൾ നിലത്തിറങ്ങിക്കഴിഞ്ഞു. ഒരു ചെറിയ കുളിർകാറ്റ് എങ്ങും വീശിക്കൊണ്ടിരിക്കുന്നു. കൊച്ചു പട്ടാർശൻ ഇവിടെ വന്നില്ലല്ലോ. കൊച്ചു പട്ടാർശൻ എവിടെയാണ് പോയത്? ആ പെണ്ണ് കരയാൻ തുടങ്ങുകയായിരുന്നു. ഭട്ടതിരിയുടെ സഹോദരി ഇറയത്ത് വന്നിരുന്ന ആളോട് അടുക്കളയിൽ ഒരാൾ മൂടിപ്പൊതിച്ച് കിടക്കുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരാണാണല്ലോ, ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മൂടിപ്പൊതിച്ച് കിടക്കുന്നത് ആരാണെന്ന് നോക്കണം. ഓണക്കൂറ്റിൽ നിന്ന് വന്ന കക്ഷി ഇറയത്ത് നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലെത്തി. അടുക്കളയ്ക്ക് മുകളിലെ ഓട് പൊളിച്ചിരിക്കുന്നതും അയാൾ കണ്ടു. അയാൾ ധൈര്യം അവലംബിച്ച് കിടന്നിരുന്നയാൾ പുതച്ചിരുന്ന മുണ്ട് എടുത്തു മാറ്റി. എന്തൊരത്ഭുതം! കൊച്ചു പട്ടേരിയാണ് കിടക്കുന്നത്. ഉടനെ എല്ലാവരും കൂടി പട്ടേരിയുടെ മേൽ ആകെ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു. ഏറെ നേരം കുലുക്കി വിളിച്ചപ്പോൾ കൊച്ചു പട്ടേരി കണ്ണു തുറന്നു. കൊച്ചു പട്ടേരി കണ്ണു തുറന്ന് 4 പാടും നോക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നു. ഇതിനകം ഭട്ടതിരിയുടെ ഇല്ലത്ത് ഓണക്കൂറിൽ നിന്ന് പലരും വന്നെത്തിയിരുന്നു. ആൾക്കാരെല്ലാവരും കൂടി ഭട്ടതിരിയെ ശുശ്രൂഷിച്ച്
അയാളുടെ മാനസികാവസ്ഥ സമനിലയിലാക്കി തീർത്തു. ക്ഷേത്രക്കുളപ്പുരയിൽ നിന്ന് വയസ്സൻ നായരുടെ കൂടെ പശുദാനം വാങ്ങാൻ പോയതും നായരുടെ വീട്ടിൽ ചെന്നതും അവിടെ ഇറയത്ത് പലകപ്പുറത്തിരുന്നപ്പോൾ 2 സ്ത്രീകൾ വന്ന് തന്നെ വലിച്ചിഴച്ച് വഴിയിലേക്ക് തള്ളിയിട്ടതും മാത്രമേ ഭട്ടതിരിക്ക് ഓർമ്മയുള്ളൂ. വിശേഷാൽ പൂജയ്ക്ക് പോയിരുന്ന ഭട്ടതിരി ഇല്ലത്ത് വന്നു. മകനെ കാണാനില്ലെന്ന് വിവരം കേട്ടാണ് അദ്ദേഹം ഓടിയെത്തിയത്. ഇല്ലത്തെത്തിയ മകനെയും മറ്റുള്ളവരെയും കണ്ടപ്പോൾ ഭട്ടതിരിക്ക് സമാധാനമായി. മകനോട് വിവരങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഭട്ടതിരിയും മകനും മറ്റെല്ലാവരും കൂടി ഓണക്കൂർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. ക്ഷേത്രത്തിലെത്തിയ ശേഷം ജ്യോതിഷ പാരമ്പര്യമുള്ള ഓണക്കുറ്റി കണിയാൻ ജ്യോത്സ്യരെ വരുത്തി ക്ഷേത്രനടയിൽ വെച്ച് മറ്റെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഭട്ടതിരി പ്രശ്നം വെപ്പിച്ചു. ദാരിദ്ര്യം കൊണ്ട് ഗതിമുട്ടി അവശനായ ഒരു വയസ്സൻ നായര് പട്ടിണി കിടന്ന് വിശന്ന് പൊരിഞ്ഞ് ഓണക്കൂറ്റി തോട്ടിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്തിട്ട് 1 വർഷം തികഞ്ഞിരുന്നില്ല. ആ നായരുടെ പ്രേതം വിശപ്പടക്കാൻ വേണ്ടി ആ പ്രദേശത്ത് അലഞ്ഞു നടക്കുക പതിവായിരുന്നു. ആ പ്രേതം അങ്ങനെ നടക്കുന്നതിനിടയിൽ പിടിച്ചുകൊണ്ടുപോയതാണ് ഭട്ടതിരിയെ. ഭട്ടതിരിയെ കടിച്ചു കീറിക്കൊന്ന് തൻ്റെ വിശപ്പടക്കണമെന്ന് പ്രേതം ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ പ്രേതത്തിൻ്റെ ഉദ്ദേശം സാധിക്കാനിടയായില്ല. ഭട്ടതിരിയുടെ ഇല്ലത്തെ ഉപാസനാമൂർത്തികളായ ഭഗവതിയും നാഗയക്ഷിയും കൂടി സ്ത്രീകളുടെ വേഷത്തിൽ പ്രേതസങ്കേതത്തിൽ വന്ന് ഭട്ടതിരിയെ ബലമായി പിടിച്ച് വഴിയിലിറക്കി നടത്തിക്കൊണ്ട് ഇല്ലത്തെത്തിച്ചു. താഴെ തടുക്കളയുടെ ഓട് പൊളിച്ച് ഭട്ടതിരിയെ കൊട്ടത്തളത്തിൽ കിടത്തിയതും ഭഗവതിയും നാഗയക്ഷിയും കൂടിയായിരുന്നു. പ്രശ്നം വെച്ച് ജ്യോത്സ്യൻ കണിയാൻ ഫലപ്രവചനം നടത്തുകയായിരുന്നു. ഭട്ടതിരിയും മകനും കൂടി ജ്യോത്സ്യർക്ക് യഥാശക്തി ദക്ഷിണ കൊടുത്ത ശേഷം ക്ഷേത്രത്തിൽ കൂടി നിന്നിരുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇല്ലത്തേക്ക് പോന്നു. ഭഗവതിയും നാഗയക്ഷിയും കൂടി മകൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്താനായി 12 ദിവസം നീണ്ടു നിൽക്കുന്ന വിശേഷാൽ പൂജയ്ക്കും ഉപാസനയ്ക്കുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇത് കേവലം ഒരു ഐതിഹ്യ കഥയല്ല. പ്രേതം കടിച്ചു കീറി കൊല്ലാൻ ഇടയാകാതെ പരദേവതമാരുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്രാപിച്ചയാൾ ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരി ഈ രചന രചിക്കുന്ന കാലത്തും ജീവിച്ചിരുന്നു അത്രേ. അപ്പോൾ ഈ കഥയും നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.